ഹമാസ് തങ്ങളുടെ പുതിയ രാഷ്ട്രീയ ബ്യൂറോ തലവനായി മുതിർന്ന നേതാവ് ഖലീൽ അൽ ഹയ്യയെ തെരഞ്ഞെടുത്തത് വെറുതെയല്ല. ഗസയിൽ ഇസ്രായേൽ സൈന്യത്തോടുള്ള സായുധ പോരാട്ടം ശക്തമായി തുടരുമെന്നതിന്റെയും വെടിനിർത്തൽ ചർച്ചകളിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമെന്നതിന്റെയും സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത്. 2024 ഒക്ടോബറിൽ മുൻ തലവൻ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതിനു ശേഷം ഏതാണ്ട് 2 വർഷത്തോളമായി ഹമാസിനെ ഔദ്യോഗികമായി നയിച്ചിരുന്ന 5 അംഗ താൽക്കാലിക സമിതിക്ക് ശേഷമാണ് ഈ സുപ്രധാന നേതൃമാറ്റം ഉണ്ടാകുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. തുടർച്ചയായ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾക്കിടയിലും ഹമാസിന്റെ ആഭ്യന്തര ജനാധിപത്യ ഘടനയും തീരുമാനങ്ങളും തകർന്നടിഞ്ഞിട്ടില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ രഹസ്യ വോട്ടെടുപ്പ് നൽകുന്നത് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ ആഴ്ച നടന്ന ഹമാസ് നേതൃത്വ തെരഞ്ഞെടുപ്പിൽ മുൻ രാഷ്ട്ര വിഭാഗം തലവൻ ഖാലിദ് മിഷാൽ ആയിരുന്നു അൽ ഹയ്യയുടെ പ്രധാന എതിരാളി. ആകെ രേഖപ്പെടുത്തിയ 69 വോട്ടുകളിൽ 35 വോട്ടുകൾ നേടിയാണ് അൽ ഹയ്യ വിജയിച്ചത്. കേവലം 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം മിഷാലിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. വർഷങ്ങളായി യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഗസയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലും പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിലും വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ തെരഞ്ഞെടുപ്പോടെ ഹമാസിനുള്ളിൽ അമേരിക്കയുമായി ചർച്ചകൾ നടത്താൻ ഒരു പ്രധാന നേതാവിനെയും ലഭിക്കും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ചാണ് അൽ ഹയ്യ പ്രധാനമായും നയതന്ത്ര പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇസ്രായേലിന്റെ കടുത്ത ഉപരോധങ്ങൾ മറികടന്ന് പ്രാദേശിക ഭരണകൂടങ്ങളുമായി ചർച്ചകൾ ഏകോപിപ്പിക്കാൻ ഇത് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. വ്യക്തിജീവിതത്തിൽ കനത്ത തിരിച്ചടികൾ നേരിട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം. ഇസ്രായേൽ നടത്തിയ വിവിധ വ്യോമാക്രമണങ്ങളിൽ അദ്ദേഹത്തിന്റെ മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഹമാസിനുള്ളിൽ 4 രക്തസാക്ഷികളുടെ പിതാവ് എന്നാണ് അൽ ഹയ്യ അറിയപ്പെടുന്നത്. 2023 ഒക്ടോബർ 7 ആക്രമണങ്ങൾക്ക് മുൻപ് തന്നെ 2 മക്കൾ കൊല്ലപ്പെട്ടിരുന്നു. 2025 സെപ്റ്റംബറിൽ അമേരിക്കൻ ദൂതൻ വിറ്റ്കോഫിന്റെ സമാധാന നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനിടെ ദോഹയിലുണ്ടായ ആക്രമണത്തിലാണ് 3ാമത്തെ മകൻ കൊല്ലപ്പെട്ടത്. അതിനുശേഷമുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ 4ാമത്തെ മകനും ജീവൻ നഷ്ടമായി. ഹമാസിന്റെ മുതിർന്ന രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ ഇസ്രായേൽ തുടർച്ചയായി ലക്ഷ്യം വെച്ചിട്ടും സംഘടനയുടെ ആഭ്യന്തര തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്ന് തെളിയിക്കാൻ ഹമാസിന് ഇതോടെ സാധിച്ചിട്ടുണ്ട്. ഹമാസിന്റെ ആഭ്യന്തര അധികാര കേന്ദ്രങ്ങളിൽ ഇപ്പോഴും ഗസയിലെ വിഭാഗത്തിനാണ് കൂടുതൽ സ്വാധീനമുള്ളതെന്ന് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നു. അൽ ഹയ്യയുടെ വിജയം സംഘടനയുടെ നിലവിലുള്ള കടുത്ത നയങ്ങളുടെ തുടർച്ചയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഹമാസിന്റെ മുഖ്യ വെടിനിർത്തൽ ചർച്ചക്കാരനായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് അൽ ഹയ്യ. അതിനാൽ ഈജിപ്ത്, ഖത്തർ എന്നിവയുടെ മധ്യസ്ഥതയിലുള്ള ചർച്ചകളിൽ അദ്ദേഹം കൂടുതൽ ശക്തമായി ഇടപെട്ടേക്കാം. അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിലെ പ്രധാന നിബന്ധന ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്നതാണ്. എന്നാൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറാതെയും ഫലസ്തീനിൽ സ്വയംഭരണത്തിനുള്ള കൃത്യമായ രാഷ്ട്രീയപാത ലഭിക്കാതെയും ആയുധം ഉപേക്ഷിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് അൽ ഹയ്യ. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഖാലിദ് മിഷാൽ ഗൾഫ് അറബ് രാജ്യങ്ങളുമായി കൂടുതൽ നയതന്ത്രപരമായ അടുപ്പം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അൽ ഹയ്യ ഇറാനോടും ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനോടും കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. ഇത് ഹമാസും ഇറാനും തമ്മിലുള്ള സഖ്യം കൂടുതൽ ശക്തമാക്കും. പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരു നേതാവായാണ് അൽ ഹയ്യ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഗസ സമാധാന ചർച്ചകളുടെ ഭാഗമായി അദ്ദേഹം അമേരിക്കൻ പ്രതിനിധികളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ, പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുമായാണ് അൽ ഹയ്യ അന്ന് ചർച്ചകൾ നടത്തിയത്. 2024 ജൂലൈയിൽ ഇറാനിലെ തെഹ്റാനിൽ വെച്ച് ഹമാസിന്റെ മുൻ രാഷ്ട്രവിഭാഗം തലവൻ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതും അതിന് പിന്നാലെ യഹിയ സിൻവാർ വധിക്കപ്പെട്ടതും ഹമാസിനുള്ളിൽ അൽ ഹയ്യയുടെ സ്വാധീനം വൻതോതിൽ വർദ്ധിക്കാൻ കാരണമായി. ഗസയുടെ ഭരണം ഒരു താൽക്കാലിക സ്വതന്ത്ര സമിതിക്ക് കൈമാറാൻ ഹമാസ് തയ്യാറാണെന്ന് സൂചന നൽകിയിട്ടുണ്ടെങ്കിലും പുതിയ നേതൃത്വത്തിന്റെ കടുത്ത രാഷ്ട്രീയ നിലപാടുകൾ ഇസ്രായേലുമായുള്ള ശാശ്വത സമാധാനം കൂടുതൽ വൈകിപ്പിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്.